തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു. 70 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻ UDF കൌൺസിലർമാരും LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. 76 ഡിവിഷനുള്ള കൊച്ചി കോർപ്പറേഷനിൽ 70 സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചത്. പട്ടികയിൽ 43 പേർ സ്ത്രീകളാണ്. മുൻ കൌൺസിലർമാരുടെ വലിയ നിരയും ഇടതു പട്ടികയിലുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നെത്തിയവരെ പ്രത്യേകം പരിഗണിച്ച ഇടതുമുന്നണി UDF വിട്ട AB സാബു, MB മുരളീധരൻ, PM ഹാരിസ്, ഗ്രേസി ജോസഫ്, ഷീബ ഡ്യൂറം, KJ പ്രകാശൻ എന്നിവർക്ക് സീറ്റ് നൽകി. എറണാകുളം സെൻട്രലിൽ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാഗ്യലക്ഷ്മി NS മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഷാജി ജോർജ് പ്രണത എറണാകുളം നോർത്തിലും മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ദീപ വർമ്മ ഇടപ്പള്ളിയിലും ജനവിധി തേടുന്നു. കോർപ്പറേഷൻ ഭരണം നിലനിർത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി S സതീഷ്. നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിലെ വിജയത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുണ്ടാകുക. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മാതൃകാപരമാണ് എന്ന് ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ലാത്ത മേയർ M അനിൽകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് CPM നീക്കം. നമ്മുടെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ഇതുവരെയുള്ള അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ക്ലിയർ മാൻഡേറ്റ് LDFന് തരും. കാരണം ഒരു ക്ലിയർ മാൻഡേറ്റ് ഇല്ലാതെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കണ്ടവർക്ക് ഒരു ക്ലിയർ മാൻഡേറ്റ് തരണമെന്ന് സ്വാഭാവികമായും തോന്നും. യാതൊരു സംശയവുമില്ല. 59 സീറ്റുകളിലേക്കാണ് CPM മത്സരിക്കുന്നത്. 8 CPIയും കേരള കോൺഗ്രസ് M 3 2 സീറ്റുകൾ വീതം ജനതാദൾ S NCP മത്സരിക്കും. പൂണിത്തുറ, മട്ടാഞ്ചേരി, കടവന്ത്ര, ഗിരിനഗർ, പെരുമാനൂർ, പനമ്പള്ളി നഗർ എന്നീ 6 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.